ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റാണ് കേട്ടോ. ഇംഗ്ലീഷിൽ നമ്മളിപ്പം ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് എന്നുള്ള ചാപ്റ്ററായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് നമുക്ക് ആക്ടിവിറ്റി 3 ആണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. നോക്കിയേ മക്കളെ, read the following passage, rewrite the passage using other words from the textbook for the underlined ones. അതായത് നമുക്ക് താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് മക്കൾ എന്ത് ചെയ്യണം, റീറൈറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് താഴെ കുറച്ച് തന്നിട്ടുള്ള വേർഡ്സിന് എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ, അടിവരയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വേർഡ്സൊക്കെ മക്കൾ എന്ത് ചെയ്യണം, അതിന് പകരമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മറ്റ് വേർഡ്സ് കണ്ടെത്തിയിട്ട് അവിടെ എഴുതണം. നമുക്ക് ആദ്യം തന്നിട്ടുള്ള പാസേജ് ഒന്ന് വായിച്ച് നോക്കാം അല്ലേ. നോക്കിക്കേ, വൺ ഡേ എ ട്രാവലർ അറൈവ്ഡ് അറ്റ് എ വില്ലേജ്. He was very tired after the long journey. He made stone soup with the help of an old woman and the villagers. The soup was delicious. They enjoyed the soup. One of the villagers asked the traveler for such a stone. Then the traveler said that ഇറ്റ് ഈസ് ജസ്റ്റ് എ നോർമൽ സ്റ്റോൺ. അപ്പോൾ നോക്കിക്കേ മക്കളെ, ഏതൊക്കെ വേർഡാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്? യെസ്, ഒന്ന് അറൈവ്ഡ് എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്തിച്ചേർന്നു എന്നുള്ള മീനിങ് ആണ് അല്ലേ. ദെൻ വെരി ടയേർഡ് ആണല്ലേ, അതായത് ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് ഡെലീഷ്യസ് ആണ് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് നോർമൽ അല്ലേ. ഇങ്ങനെയുള്ള 4 വേർഡ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ 4 വേർഡിന് പകരം എന്ത് ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേ മീനിങ് വരുന്ന മറ്റ് വേർഡ്സ് വെച്ചതുകൊണ്ട് ആ ഒരു പാസേജ് റീറൈറ്റ് ചെയ്യാനാണ്. നോക്കിക്കേ മക്കളെ, നമുക്ക് എങ്ങനെ എഴുതാം, വൺ ഡേ ദ ട്രാവലർ റീച്ച്ഡ് അല്ലേ, അറൈവിന് പകരം നമ്മൾ എന്ത് ചെയ്തു, റീച്ച്ഡ് അറ്റ് ദി വില്ലേജ്. ഹി വാസ് വെരി എക്സോസ്റ്റഡ് ആഫ്റ്റർ ദി ലോങ് ജേർണി അല്ലേ. ഇതായിരുന്നു നമ്മളൊന്ന് മാറ്റിയിട്ടുള്ള വേർഡ്. ദെൻ ഹി മെയ്ഡ് എ സ്റ്റോൺ സൂപ്പ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എൻ ഓൾഡ് വുമൺ ആൻഡ് ദി വില്ലേജസ്. The soup was tasty അല്ലേ, tasty. They enjoyed the soup. One of the villagers asked the traveler for such a stone. Then the traveler said that it is just an ordinary stone അല്ലേ. നോർമൽ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഓർഡിനറി. അപ്പം ഇതേ രീതിയിലാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു പാസേജ് റീറൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം അല്ലേ. ആക്ടിവിറ്റി 4 നോക്കിക്കേ, ഇറ്റ് സ്മെൽസ് ഗുഡ്, ഇറ്റ് taste good, it smells good and tastes good. Here an is a joining word. Combine the following sentence using an. നോക്കിക്കേ മക്കളെ, ഇവിടെ എന്താണ്, 2 സെൻറ്റൻസ് ആണ് അല്ലേ. എന്താണ്, ഇറ്റ് സ്മെൽ ഗുഡ്, ഇറ്റ് ടേസ്റ്റ് ഗുഡ് അല്ലേ. അത് രണ്ടും 2 സെൻറ്റൻസ് ആണ്. ആ 2 സെൻറ്റൻസിനെ നമ്മൾ ജോയിനിങ് വേർഡ് ആയിട്ടുള്ള ആൻഡ് യൂസ് ചെയ്തിട്ട് ഒരൊറ്റ വേർഡാക്കി മാറ്റി. എന്താണ്, ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ് എന്നുള്ള ഒരൊറ്റ സെൻറ്റൻസ് ആക്കി മാറ്റി അല്ലേ. അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ജോയിനിങ് വേർഡ് ഏതാണ്, ആൻഡ് എന്നുള്ള ജോയിനിങ് വേർഡാണ് അല്ലേ. ഓക്കെ, അതേപോലെ നമുക്ക് താഴെ ഒരു 4-5 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസിനെ നിങ്ങൾ കമ്പൈൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഏത് വേർഡ് യൂസ് ചെയ്തുകൊണ്ട്, ആൻഡ് എന്നുള്ള ജോയിനിങ് വേർഡ് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ മക്കളെ, നമുക്ക് പോവാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്, ഐ വിൽ ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ. ഓക്കെ മക്കളെ, അതിന് നമുക്ക് എങ്ങനെ ആൻഡ് യൂസ് ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്ത് എഴുതാം. നോക്കിക്കേ, ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ അല്ലേ. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കമ്പൈൻ ചെയ്ത് എഴുതാവുന്നതാണ്. അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ മക്കളെ, എന്താണ്, A young traveler had been walking all the day. He reached a small village. A young traveler had been walking all the day. He reached a small village എന്നതാണ് അല്ലേ. അത് നമുക്ക് എങ്ങനെ എഴുതാം, A young traveler had been walking all the day and he reached a small village. ഓക്കെ മക്കളെ, ദ നെക്സ്റ്റ് വൺ നോക്കിക്കേ, The soup is delicious. The soup is fulfilling. ഓക്കെ മക്കളെ, ആ ഒരു സെൻറ്റൻസിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം. നോക്കിക്കേ, ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിംഗ് അല്ലേ. ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിംഗ്. ദെൻ 4th സെൻറ്റൻസ് നോക്കിക്കേ മക്കളെ, ഹി ഡ്രാങ്ക് ദി സൂപ്പ്, ഹി കണ്ടിന്യൂഡ് ഹിസ് ജേർണി. എങ്ങനെ നമുക്ക് എഴുതാം, നോക്കിക്കേ, ഹി ഡ്രാങ്ക് ദി സൂപ്പ് ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് ജേർണി എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം അല്ലേ. ദെൻ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കേ മക്കളെ, ഹി വാസ് വെരി ഹംഗ്രി, ഹി വാസ് എക്സോസ്റ്റഡ്. നമുക്ക് എങ്ങനെ ചേർത്ത് എഴുതാം, ഹി വാസ് വെരി ഹംഗ്രി ആൻഡ് എക്സോസ്റ്റഡ്.
ഓക്കെ മക്കളെ, അപ്പം ഇങ്ങനെയാണ് ജോയിനിങ് വേർഡായിട്ടുള്ള ആൻറ്റി യൂസ് ചെയ്തുകൊണ്ട് രണ്ട് സെൻറ്റൻസിനെ കമ്പൈൻ ചെയ്ത് എഴുതുന്നത്. ഓക്കെ മക്കളെ, ദെൻ നിങ്ങൾക്കായിട്ടുള്ളൊരു പ്രവർത്തനമാണ് റീഡ് ആൻഡ് എൻജോയ് എന്നുള്ളത്. റീഡ് ദി സ്റ്റോറി ഓഫ് ഹനാസ് ഫൺ സമ്മർ അഡ്വഞ്ചർ വിത്ത് ചെറീസ്. നോക്കിക്കേ മക്കളെ, ഇത്തരത്തിലുള്ള സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ നോർമൽ സ്റ്റോറി പോലെയല്ല തന്നിട്ടുള്ളത്. എന്താണ് സ്റ്റോറിയിൽ ചില വേർഡ്സിന് പകരം എന്താണ് തന്നിട്ടുള്ളത്, പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത് അല്ലേ. ആ പിക്ചർ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പിക്ചറിൽ എന്താണോ കാണുന്നത് ആ പേരാണ് മക്കൾ അവിടെ വായിക്കേണ്ടത് അല്ലേ. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കേ മക്കളെ, ഇവിടെ നോക്കിക്കേ. ദ സമ്മർ ഡേ ഹന വാസ് പ്ലേയിങ് ഇൻ ഹെർ റൂം, ഹർ ഫാദർ കെയിം ഹോം വിത്ത് എ കാർ ഫുൾ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ എന്താ തന്നിട്ടുള്ളത്, പിക്ചറാണ് തന്നിട്ടുള്ളത്. എന്തിൻ്റെ പിക്ചറാണ്, ചെറീസാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് വായിക്കണം, ഫുൾ ഓഫ് ചെറീസ് എന്ന് വേണം വായിക്കാനായിട്ടുള്ളത് അല്ലേ. അടുത്ത നോക്കി മക്കളെ, അന്നാസ് പാരൻസ് ടുക്ക് ദി ചെറീസ് ഔട്ട് ഓഫ് ദി കാർ ആൻഡ് പുട്ട് ദം ഇൻ ദി നമ്മളവിടെ എന്ത് ചെയ്യണം, റെഫ്രിജറേറ്റർ എന്ന് വേണം അവിടെ വായിക്കാനായിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ തന്നിട്ടുള്ള ആ ഒരു സ്റ്റോറി വായിച്ചു നോക്കുക. അത് മക്കൾക്കായിട്ട് അവിടെ വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഭാഗമാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ പിക്ചറിലെയും അവിടെ സ്യൂട്ട് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അതിന് പറയുന്ന പേര് മക്കൾ എന്ത് ചെയ്യുക അവിടെ വായിക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അതൊന്ന് എല്ലാവരും വായിച്ചു നോക്കണേ. ദെൻ നമുക്ക് അടുത്ത ഒരു ആക്ടിവിറ്റിയിലോട്ട് പോകാം. ആക്ടിവിറ്റി 6 ആണ്. ഐ ഹാവ് ചിക്കൻ സെഡ് ആൻ ഓൾഡ് ഫാമർ. നൗ ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ബിലോ. നോക്കിക്കേ മക്കളെ, നമ്മുടെ സ്റ്റോറിയിലുള്ള ഡയലോഗാണ്. ഐ ഹാവ് ചിക്കൻ, എൻ്റെ കയ്യിൽ എന്തുണ്ട്, ചിക്കൻ ഉണ്ട് എന്ന് ആര് പറഞ്ഞു, ഒരു ഓൾഡ് ഫാമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നോക്കിക്കേ മക്കളെ, താഴെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. നോക്കൂ, ഐ ആം നിത, ഐ ഹാവ് എ ട്രൈസിക്കിൾ. എന്താണ് പറഞ്ഞത്, ഐ ഹാവ് ആണ് പറഞ്ഞത് അല്ലേ. ഐ ഹാവ് എ ട്രൈസിക്കിൾ എന്നാണ് പറഞ്ഞത്. അടുത്ത നോക്കിക്കേ മക്കളെ, ദിസ് ഈസ് മൈ ഫ്രണ്ട് മിയ, ഷീ ഹാസ് എ പപ്പി. ഷീ ഹാസ് എ പപ്പി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, ദിസ് ഈസ് പാൽ, ഹി ഹാസ് എ ക്യാമറ. ഹി ഹാസ് എ ക്യാമറ. അടുത്ത നോക്കിക്കേ മക്കളെ, വി ആർ ഫ്രണ്ട്സ്, വി ഹാവ് അല്ലേ, വി ഹാവ് ഫ്ലവേഴ്സ്. ദെൻ അടുത്ത നോക്കിക്കേ, ദേ ആർ കസിൻസ്, ദേ ഹാവ് ബുക്സ് ഇൻ ദ ഹാൻഡ്സ് അല്ലേ. ഇവിടെ ഹാവും ഹാസും ഒക്കെ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്ത വേർഡ്സ് ആണ് മക്കളെ. അതിൻ്റെ മീനിങ് എന്താണ്, ഉണ്ട് എന്നുള്ള മീനിങ് വരുന്നതാണ് അല്ലേ. ഐ ഹാവ് എ ട്രൈസിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്കൊരു ട്രൈസിക്കിൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. ഷീ ഹാസ് എ പപ്പി എന്ന് പറഞ്ഞാൽ അവൾക്കൊരു പപ്പി ഉണ്ട് അല്ലേ. പക്ഷെ നമ്മൾ ചില കേസിൽ ഹാവും ചില കേസിൽ ഹാസുമാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴൊക്കെയാണ് മക്കളെ ഈ ഹാവും ഹാസും യൂസ് ചെയ്യുന്നത് അറിയോ മക്കൾ? ഇവിടെ നോക്കിക്കേ, ഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിംഗുലറാണ്. അത് നമ്മൾ പേര് പറയുന്നതോടൊപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യാം, നമുക്ക് ഹാസ് യൂസ് ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ ഹീ ഷീ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹാസ് ഉപയോഗിക്കാം. ഇവിടെ നോക്കിക്കേ, ഷീ ഹാസ് എ പപ്പി എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഷീ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഹാസ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഹീ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഹാസ് യൂസ് ചെയ്യണം. പിന്നെ ഇറ്റ് അല്ലേ, ഇറ്റിനൊപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എവരിബഡി, സംബഡി, നോബഡി എന്ന് പറയുന്ന കേസിലൊക്കെ നമ്മൾ ഏത് യൂസ് ചെയ്യണം മക്കളെ, ഹാസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ഹാവ് യൂസ് ചെയ്യുന്നത് പ്ലൂറലായിട്ട് വരുന്ന സമയത്ത്, അതായത് ഐയുടെ കൂടെ എന്ത് ചെയ്യണം, ഹാവ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാവ് യൂസ് ചെയ്യണം. ദേ അല്ലേ, അവർ. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലേ. അപ്പോൾ വി ഹാവ് എന്നൊക്കെയാണ് പറയുക അല്ലേ. ഇവിടെ നോക്കിക്കേ, ദേ ഹാവ് ബുക്സ് ഇൻ ദ ഹാൻഡ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. ദേ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലൂറലാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം മക്കളെ, ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്താൽ മതി. ഐ, ഓ, ദേ, വിൽ, ഇവിടെയൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, ഹാവ് ആണ് യൂസ് ചെയ്യുക. അത് ചിലപ്പോൾ നിങ്ങളൊരു കോഡിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അയ്യോ ദേവി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കോഡൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അത് ഓർത്താൽ മതി. ഐ, അതുപോലെ യു, ദേ, വി ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഹാവ് യൂസ് ചെയ്യും. പിന്നെ പേര് അല്ലെങ്കിൽ ഹീ, ഷീ, ഇറ്റ്, എവരിബഡി, സംബഡി, നോബഡി ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഹാസ് യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമ്മളിപ്പം പഠിച്ചല്ലോ ഹാവും ഹാസും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പം നൗ കംപ്ലീറ്റ് ദി ഫോളോയിങ് പാസേജ് വിത്ത് ഹാവ് ഓർ ഹാസ് അല്ലേ. നമുക്ക് താഴെ തന്നിട്ടുണ്ട്, ഒരു പാസേജ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഹാവോ അല്ലെങ്കിൽ ഹാസോ യൂസ് ചെയ്തുകൊണ്ട് ആ പാസേജ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ആ ഒരു പാസേജ് നോക്കിക്കേ. ഐ ഡാഷ് സോ മച്ച് ഫൺ ഈറ്റിംഗ് യമ്മി ഫ്രൂട്ട്സ് ആൻഡ് കളർഫുൾ വെജിറ്റബിൾസ് എവരി ഡേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ഐ അല്ലേ വന്നത് മക്കളെ. ഐയുടെ കൂടെ നമ്മൾ ഏത് യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്,
യെസ് ഹാവ് യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെ മാറും മക്കളെ? ഐ ഹാവ് സോ മച്ച് ഫൺ ഈറ്റിംഗ് യമ്മി ഫ്രൂട്ട്സ് ആൻഡ് കളർഫുൾ വെജിറ്റബിൾ എവറി ഡേ. ദെൻ അടുത്തത് ഏതാണ്? വി ഹാവ് അല്ലേ. വിയുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹാവ് യൂസ് ചെയ്യണം. വി ഹാവ് ടു പ്ലേ ആക്റ്റീവ് ഗെയിംസ് ടു മേക്ക് അവർ ബോഡി സ്ട്രോങ്. മൈ ഫ്രണ്ട് മിയ അല്ലേ, മിയ ഹാസ് ആണ് അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞു നെയിമിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യണം? ഹാസ് യൂസ് ചെയ്യണം. അപ്പം മിയ ഹാസ് എ സൂപ്പർ പവർ ബിക്കോസ് ഷീ ഡ്രിങ്ക് ലോട്ട് ഓഫ് വാട്ടർ. മൈ ബ്രദർ പാൽ ഹാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതുകൊണ്ടാണ് മക്കളെ, അതൊരു പേരായതുകൊണ്ടാണ്. എ ഗുഡ് ഹാബിറ്റ് ടു ഗോയിങ് ടു ബെഡ് ഏർലി. ദേ ഹാവ് അല്ലേ. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ദേൻ്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ ദേ ഹാവ് ഫൗണ്ട് ദാറ്റ് ദീസ് ഹെൽത്തി ചോയ്സസ് മേക്ക് അസ് ഫീൽ ഗ്രേറ്റ് ആൻഡ് സ്ട്രോങ്. മനസ്സിലായോ മക്കളെ? അപ്പോൾ എപ്പോഴൊക്കെയാണ് ഹാവും ഹാസും യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി 7th പോവാം. അഡ്വർടൈസ്മെൻ്റ് ആണ്. ലുക്ക് അറ്റ് ദി പിക്ചർ ഗിവൺ ബിലോ. നോക്കിക്കേ മക്കളെ, JSR ഫ്രൂട്ട് ഷോപ്പാണ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട് അല്ലേ. അവിടെ ഷോപ്പ് നമ്പർ, മാർക്കറ്റിൻ്റെ പേര്, അതുപോലെ തന്നെ ആ ഒരു സിറ്റി എവിടെയാണെന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ദി വില്ലേജേഴ്സ് ലേൺഡ് ദാറ്റ് ഷെയറിംഗ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദേ ഡിസൈഡഡ് ടു സെറ്റ് അപ്പ് എ ഫ്രീ ഫുഡ് കോർണർ ഇൻ ദി വില്ലേജ്. ദേ വാണ്ടഡ് എവറി വൺ ടു നോ അബൌട്ട് ഇറ്റ്. മേക്ക് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദി ഓപ്പണിംഗ് ഓഫ് എ ഫ്രീ ഫുഡ് കോർണർ. പ്രിപ്പയർ എ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദി സെയിം. എന്താണ് മക്കളെ? ആ വില്ലേജേഴ്സ് എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഷെയറിംഗ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻ്റ് അല്ലേ. അതായത് ഫുഡ് ഷെയർ ചെയ്യുക, ഭക്ഷണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ എന്ത് തീരുമാനിച്ചു? വില്ലേജിൽ ഒരു ഫ്രീ ഫുഡ് കോർണർ സെറ്റ് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ അവർക്ക് ആ വിവരം എന്ത് ചെയ്യണം? എല്ലാവരിലേക്കും അറിയിക്കണം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക മക്കളെ? അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ഫുഡ് കോർണർ ഉണ്ടാക്കുന്നുണ്ടോ എന്നതിന് അറിയിക്കാനായിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ മക്കൾ, അതിൽ നിങ്ങൾ ഏതാണ്ട് സെൻറ്റൻസ് മിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യണം? അതിലേക്ക് കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ വരച്ച് ചേർക്കുക. നോക്കിക്കേ, ഫ്രീ ഫുഡ് കോർണർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സൈസ് അല്ലേ, ഫോൺ സൈസ് കുറച്ച് വലുതാക്കി നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തി? ഫോർ ഡെലീഷ്യസ് ഫുഡ് വിത്തൗട്ട് മണി അല്ലേ. പൈസ ഇല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തു. ഇനി മക്കൾക്ക് എന്ത് ചെയ്യുക? അവിടെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരച്ച് ചേർക്കുക. അതുപോലെ തന്നെ പ്ലേസും നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എഴുതണം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയിലോട്ട് പോകാം. ലെറ്റ് us മേക്ക് എ കേക്ക്. ഇത് ചിലപ്പോൾ കൂട്ടുകാരൊക്കെ നിങ്ങളുടെ സ്കൂളിൽ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് മക്കളുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഗ്രൂപ്പിലോട്ടൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നോക്കിക്കേ, ഡു യു നോ ഹൗ ടു മേക്ക് എ കേക്ക്? ഹിയർ ആർ ദി സ്റ്റെപ്സ് ടു മേക്ക് എ കേക്ക്. ഒബ്സർവ് ദി പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദി സ്റ്റെപ്സ് ഇൻ ദി കറക്റ്റ് ഓർഡർ ടു മേക്ക് ഡെലീഷ്യസ് കേക്ക്. അതായത് നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയോ? അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന സ്റ്റെപ്സാണ് നമുക്ക് അവിടെ താഴെ തന്നിട്ടുള്ളത്. നോക്കിക്കാൻ മക്കളെ, അപ്പോൾ അത് ഉപയോഗിച്ച് അത് നോക്കിയിട്ട് നിങ്ങളടുത്ത് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? കറക്റ്റ് ഓർഡറിലാക്കാൻ, എന്നിട്ട് എന്ത് ചെയ്യാൻ? ഒരു ഡെലീഷ്യസ് കേക്ക് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ യൂട്യൂബിലും മറ്റുമൊക്കെ ഈ ഒരു കേക്ക്സിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ മക്കൾക്ക് എല്ലാവർക്കും അറിയേണ്ടായിരിക്കും അല്ലേ. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ മക്കളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളടുത്ത് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ഇത് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മക്കൾ എന്ത് ചെയ്യുക? ആ ഒരു സമയത്ത് നമുക്കത് വീഡിയോ എടുത്തിട്ട് അയക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റെപ്പ് എഴുതാനുണ്ട്. അപ്പോൾ അത് മക്കൾ എന്ത് ചെയ്യുക? അവിടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അത് മീൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ എടുത്ത് അയക്കാനായിട്ട് മറക്കരുതേ. നമുക്ക് നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയിലോട്ട് പോവാം. നോക്കിക്കേ, അൺസ്ക്രാമ്പിൾ ദി ലെറ്റേഴ്സ് ടു ഫൈൻഡ് ദി വേർഡ്സ് ഫ്രം ദി സ്റ്റോറി. മക്കളെ, നമുക്ക് താഴെ നമ്മുടെ സ്റ്റോറിയിലുള്ള കുറച്ച് വേർഡ്സൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ നോക്കിയാൽ അറിയാം ആ ഒരു ലെറ്റേഴ്സിൽ എന്താണ് നമുക്ക് കറക്റ്റ് ഓർഡറിലാണ് തന്നിട്ടുള്ളത്? അല്ലെ, ആ വേർഡ്സിൻ്റെ ഓർഡറിലല്ല നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. എന്താണ്? ഒരു ജമ്പിൾഡ് ഓർഡറിലാണ് നമുക്കത് തന്നിട്ടുള്ളത് അല്ലേ ആ ലെറ്റേഴ്സ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഓരോന്ന് നോക്കിയിട്ട് ഏതാണ് ആ വേർഡ് എന്നുള്ളത് നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ നോക്കിക്കുക മക്കളെ, ഫസ്റ്റ് വൺ എന്താണ് വരുന്നത്? അവിടെ നമുക്ക് MLSAL എന്നാണ് സ്പെല്ലിങ് തന്നിട്ടുള്ളത് അല്ലേ. അതെന്താണ്? സ്നാൾ എന്നാണ് വരിക. ദെൻ കോട്ടേജ്, നത്തിങ്, ട്യൂൺ, ഹമ്മഡ്, ഡെലീഷ്യസ്, ഒനിയൻ, യങ്,
പോക്കറ്റ് അല്ലേ, ഇതേ രീതിയിലാണ് നമുക്കത് കറക്റ്റ് ചെയ്ത് എഴുതുമ്പോൾ വരിക കേട്ടോ. ഇനി നമുക്ക് അവിടെ പറയുന്നുണ്ട് സെലക്ട് ദി ലെറ്റേഴ്സ് ഫൗണ്ട് ഇൻ ദി റെഡ് ബോക്സസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദി ബോക്സ് ഗിവൺ ബിലോ. അതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ചില ബോക്സുകളൊക്കെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ റെഡ് കളറിൽ വരുന്ന സ്പെല്ലിംഗ് ഏതാ നോക്കിയിട്ട് അത് മാത്രം സെലക്ട് ചെയ്ത് ഇവിടെ താഴെ തന്നിട്ടുള്ള ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും മക്കളെ? സ്റ്റോൺ സൂപ്പ് എന്നുള്ളൊരു വേർഡ് കിട്ടും. അത് മക്കൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഭാഗം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടിന്യൂഷൻ നമ്മുടെ ചാപ്റ്റർ ഒന്നുകൂടി വായിച്ച് നോക്കുക. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലോട്ട് വോയിസ് റെക്കോർഡായിട്ട് അയക്കുകയും വേണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.